പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി ഇസ്ലാമിക ദാവ പ്രവർത്തകർ കൊണ്ടുപിടിച്ച് ന്യായീകരിക്കുന്ന ദൃശ്യങ്ങളുടെ ഇടയിൽ വളരെ രസകരമായിട്ടുള്ള ചില റെസ്പോൺസസ് എനിക്ക് കിട്ടി. അപ്പോൾ ആ വിഷയത്തെ പറ്റി ഒന്ന് ചർച്ച ചെയ്യണമെന്നാണ് ഇന്ന് നമ്മൾ താല്പര്യപ്പെടുന്നത്. ആ വിഷയം ഇതാണ്: ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഫിഖ്ഹുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാരോ അല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളും അല്ല. അപ്പം അതുകൊണ്ട് പല പണ്ഡിതന്മാരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ഖുർആൻ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കേൾക്കുമ്പോൾ വളരെ സത്യമാണെന്നൊക്കെ നമുക്ക് തോന്നും. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കേൾക്കുമ്പോൾ അത് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ മതം എന്താണ് പറയുന്നത്, ഇപ്പൊ റാൻഡമായിട്ട് റോഡിൽ കൂടെ പോകുന്നവരോ അല്ലെങ്കിൽ മതം പഠിക്കാത്തവരോ അല്ലെങ്കിൽ പണ്ഡിതന്മാരല്ലാത്തവരോ ബേസിക്കലി എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ബൈൻഡിങ് ആണ്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത് ബൈൻഡിങ് അല്ല. അപ്പൊ നമുക്കത് എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ മതം പറയുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വിഷയം നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ട്? അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഈ ഫിഖ്ഹിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞങ്ങളിവിടെ സംസാരിച്ചപ്പോൾ ആ വിഷയം എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ഓർഡറിലായിരിക്കണമെന്നില്ല ഈ പോസ്റ്റ്. എന്നിരുന്നാലും ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ വിഷയം ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവും, ഈ പ്രസന്റേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫിഖ്ഹ് ഇസ്ലാമിക ജീവിതത്തിന്റെ അല്ലെങ്കിൽ നിയമശാസ്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നുള്ളതാണ്. ഫിഖ്ഹ് ഇസ്ലാമിക നിയമശാസ്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ ഈ പ്രസന്റേഷന്റെ അവസാനം നമ്മൾ ഖുർആൻ മാത്രം മതിയെന്ന വാദം നിരാകരിക്കുക, പ്രവാചകന്റെ സുന്നത്തിന്റെ ആവശ്യകത തെളിയിക്കുക, അതുകൂടാതെ ഫിഖിന്റെ ദൈവിക അടിസ്ഥാനം വിശദീകരിക്കുക, ക്ലാസിക്കൽ പണ്ഡിതന്മാരുടെ സമ്മതം. ഞാനത് ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്തിട്ട് ട്രാൻസ്ലേഷൻ കൊടുത്താണ്, അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ചില കല്ലുകടി ഇതിന്റെ മലയാളത്തിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ദയവ് ഇത് ക്ഷമിക്കുക എന്ന് അപേക്ഷിക്കുന്നു. സാധാരണഗതിയിൽ ഇവിടെ ഞാൻ ആദ്യമേ പല പ്രാവശ്യം പല വിഷയങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തെപ്പറ്റി യാതൊരു ബോധ്യവും ഇല്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഈ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു മുസ്ലിമാണ് കേൾക്കുന്നെങ്കിൽ പലപ്പോഴും അവർക്ക് ഇത് ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പലപ്പോഴും അവർക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉരുത്തിരിയുന്ന പ്രായോഗിക നിയമങ്ങൾ മനസ്സിലാക്കുന്ന, അത് പ്രയോഗിക്കുന്ന ശാസ്ത്രമാണ്. ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കോമൺലി അക്സെപ്റ്റഡ് ഇസ്ലാം അനുസരിച്ച് ഇത് മനുഷ്യൻ സൃഷ്ടിച്ചതല്ല, ദൈവിക സ്രോതസ്സുകളിൽ നിന്ന് ഉരുത്തിരിയുന്ന അറിവാണ്. അതുകൊണ്ട് തന്നെ അത് മുസ്ലിം ആകാനുള്ള അനിവാര്യ ഘടകമാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും ഫേസ്ബുക്കിലും അതുപോലുള്ള മറ്റു ചാനലുകളിലും മറ്റ് മീഡിയ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ടെലിവിഷനുകളിലും ക്ലബ് ഹൗസിലും യൂട്യൂബിലെല്ലാം വന്നിരുന്ന് തള്ളിമറിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ, ഇത് പലപ്പോഴും പലർക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്, എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യർ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുറാൻ എന്ത് പറയുന്നതാണ് എന്ന് പറയുന്ന ആ പ്രസ്താവന എത്രത്തോളം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഖുറാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഖുറാൻ പറയുന്നത് ദൂതനെ അനുസരിക്കുക. ഹേ വിശ്വാസികളെ, അല്ലാഹുവിനെയും ദൂതനെയും നിങ്ങളിലെ അധികാരസ്ഥരെയും അനുസരിക്കുക. അല്ലാഹുവിനെയും ദൂതനെയും നിങ്ങളിലെ അധികാരസ്ഥരെയും അനുസരിക്കുക. അത് 4:59 വായിക്കുന്നത്.
33 36 നമ്മൾ വായിക്കുന്നു, അല്ലാഹുവും അവന്റെ ദൂതനും ഒരു കാര്യം വിധിച്ചാൽ വിശ്വാസിക്ക് തെരഞ്ഞെടുപ്പില്ല. അപ്പോൾ അല്ലാഹു മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന ഖുറാൻ മാത്രമല്ല, അല്ലാഹുവിന്റെ ദൂതൻ വിധിച്ചാലും ഒരു വിശ്വാസിക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, വേറെ തെരഞ്ഞെടുപ്പില്ല. അതെന്തിനാണ് പറയുന്നതെന്ന് പിന്നാലെ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല 59:7 പറയുന്നത്, ദൂതൻ നിങ്ങൾക്ക് നൽകിയത് സ്വീകരിക്കുക, അദ്ദേഹം വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുക. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക. അത് 3:31. ദൂതനെ അനുസരിക്കുന്നവൻ അല്ലാഹുവിനെ അനുസരിക്കുന്നു. നിനക്ക് ഓർമ്മപ്പെടുത്തുവാൻ ഇത് ഇറക്കി, നീ അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി. ഖുർആൻ 16. അപ്പൊ അതായത് ഈ ഭാഗങ്ങളിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും വളരെ കൃത്യമായിട്ട്. കേവലം ഖുർആൻ എന്നുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ പ്രവാചക ചര്യ അനുസരിക്കാതെ കേവലം ഖുർആൻ എന്ന് പറഞ്ഞ് അനുസരിക്കുന്നത് ഖുർആന് തന്നെ എതിരാണ്. കാരണം ഈ സോഴ്സ് ഖുർആൻ മാത്രമാണെന്ന് ഖുർആന് പോലും അവകാശവാദമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഖുർആൻ വിശദമാണ്. ഇത് എന്റെ കാഴ്ചപ്പാടല്ല, ഖുർആൻ വിശദമാണെന്ന് എനിക്ക് അവകാശവാദമില്ല. പക്ഷെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അനുസരിച്ചിട്ട് ഖുർആൻ വിശദമാണ്, പക്ഷെ വിശദീകരണം ആവശ്യമാണ്. 6:114 പറയുന്നുണ്ട്, വിശദമായി വിവരിക്കപ്പെട്ട ഗ്രന്ഥം. ഇത് വാസ്തവത്തിൽ അടിസ്ഥാന തത്വങ്ങളുടെ വിശദീകരണമാണ് ഇത് ഈ ഫിഖ് എന്ന് പറയുന്നത്. പ്രായോഗിക വിശദാംശങ്ങൾ പ്രവാചകൻ നൽകിയിരിക്കുന്നത് ഹദീസിലായിരിക്കാം, അല്ലെങ്കിൽ ഖുറാനിൽ അതിന്റെ അടിസ്ഥാനം ഉണ്ടാവും. അതിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമസ്കാരത്തിന്റെ രൂപം. ഇപ്പൊ നിങ്ങളുടെ നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും നിങ്ങളുടെ നിസ്കാരം. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഡിബേറ്റ് തന്നെ നിർത്തി പോകാനുള്ള കാരണം ഞങ്ങൾക്ക് നിസ്കരിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിസ്കരിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡിബേറ്റിൽ നിന്ന് തന്നെ കുറച്ച് പാർട്ടിക്കാർ മുങ്ങിപ്പോയി. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നിസ്കാരത്തിന്റെ അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ രൂപം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ സക്കാത്തിന്റെ അളവ്, ഹജ്ജിന്റെ വിശദാംശങ്ങൾ, വിവാഹത്തെ പറ്റിയുള്ള, ഇപ്പൊ നിങ്ങൾക്കൊരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഒരു പുറമെയുള്ള ഒരാൾ വിവാഹം കഴിക്കണം, ഇതിനെപ്പറ്റിയുള്ള നിയമങ്ങളൊന്നും ഖുറാനിൽ കാണാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെയാണ് വിവാഹം കഴിക്കാമോ, വിവാഹ മോചനം എന്താണ്, മോചന ദ്രവ്യം എന്താണ്, പിന്നെ നിങ്ങൾ അതായത് നിങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഖുറാനിൽ കിട്ടണമെന്നില്ല. ഹദീസിലും പല കാര്യങ്ങളും കിട്ടണമെന്നില്ല. അത് കിട്ടുന്ന നിങ്ങൾക്ക് ഫിഖ് ഗ്രന്ഥങ്ങളിലാണ്. ഹദീസുകൾ പറയുന്നത് പ്രവാചകന്റെ സുന്നത്ത് പിന്തുടരുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, സഹീഹായ ഹദീസ് ഇങ്ങനെ പറയും, ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ വിട്ടിരിക്കുന്നു, അവ പിടിച്ചു ചെന്നാൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റുകയില്ല, അല്ലാഹുവിന്റെ പുസ്തകവും എന്റെ സുന്നത്തും. ഇതെന്റെ ഓർമ്മയിൽ നിന്ന് പറയാണ്, ഇത് മേ ബി റോങ്. ഇത് ഞാൻ പണ്ട് വേറെ പ്രവാചകന്റെ ചരിത്രം വായിച്ച സമയത്ത് ഈ പ്രസംഗം നടത്തുന്നത് അദ്ദേഹം പല പ്രാവശ്യം നടത്തിയിട്ടുണ്ടാവും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന്റെ വിടവാങ്ങലിലാണ്. ഇത് നമ്മൾ അതായത് ഇപ്പൊ നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ അവസാന വാക്കുകൾ, അത് എല്ലാ വാക്കുകളും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ എന്താണ്? പോകുവിൻ സർവ്വജാതികളോടും പോയിട്ട് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നതാണ്. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മളൊക്കെ അറിയാലോ, ഒരു മരണമൊഴി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുപോലെ പ്രവാചകന്റെ അവസാനത്തെ ഒരു കാര്യമാണ് 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നു. 1 അല്ലാഹുവിന്റെ പുസ്തകം, അതായത് ഖുർആൻ. 2 എന്റെ സുന്നത്ത്. ഈ സുന്നത്ത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒബ്വിയസ്ലി പിന്നെ ഹദീസുകളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നുമാണ്. അപ്പൊ ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഖുറാനും സുന്നത്തും ഒന്നിച്ച് പിന്തുടരേണ്ടതിന്റെ ആവശ്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ബുഖാരി പറയുന്നു, സഹിഹായ ബുഖാരി പറയുന്നു, നിങ്ങൾ എന്നെ കണ്ടതുപോലെ നമസ്കരിക്കുക. അബൂദാവൂദ് ഇങ്ങനെ പറയുന്നു, ഞാൻ ഖുറാനും അതുപോലെയുള്ള ഒന്നും, അതായത് സുന്നത്ത് ലഭിച്ചിരിക്കുന്ന ഒരാളാണ്. അതുപോലെ അബൂദാവൂദിലും തിർമിദിയിലും പറയുന്ന കാര്യമാണ്, എന്റെ സുന്നത്തും റാഷിദിന്റെ സുന്നത്തും നിങ്ങൾ പിടിച്ചു നിൽക്കുക. അപ്പൊ നിങ്ങൾ ഈ സുന്നത്ത് വേണ്ട, അല്ലെങ്കിൽ പ്രവാചകചര്യ വേണ്ട, നിങ്ങൾക്ക് ഖുറാൻ മാത്രം മതി എന്ന് പറയുന്നത് ഖുറാന് തന്നെയും നിങ്ങളുടെ സഹീഹായ ഹദീസുകൾക്കും എതിര് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഖുറാനുള്ള ആൾക്കാർ വരുമ്പോൾ അവർ വളരെ വോക്കലായിട്ട് പറയുന്നത് നിങ്ങൾ ഖുറാൻ പറയുന്ന കാര്യങ്ങൾക്ക് എതിരാണെന്നുള്ളത്. കാരണം ഖുറാൻ പറയുന്നു അള്ളാഹുവിന്റെ ദൂതനിൽ മാതൃകയുണ്ടെന്ന്. അപ്പൊ ആ മാതൃക നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നത്? അള്ളാഹുവിന്റെ തിരുദൂതനിൽ മാതൃകയുണ്ട്. അപ്പൊ ആ മാതൃക എവിടെയാണ് കിട്ടുന്നത്? ഇമാം ഷാഫി പറഞ്ഞു അൽ റിസാലയിൽ,
അല്ലാഹു ഖുറാനിൽ ദൂതനെ അനുസരിക്കാൻ ആജ്ഞാപിച്ചു. അതുകൊണ്ട് ദൂതന്റെ സുന്നത്ത് അള്ളാഹുവിന്റെ ആജ്ഞയാണ്. ഖുറാൻ മാത്രം മതി എന്ന് പറയുന്നവർ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഖുറാന് തന്നെ എതിരാണ്. ഷാഫിയുടെ അഭിപ്രായത്തിൽ ഖുറാന്റെ വിശദീകരണവും പൂരകവുമാണ് ഫിഖ്. അതായത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഖുറാനും സുന്നത്തും സയൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷരിയ ലോ എന്ന് പറയുന്ന സയൻസ് ആണെങ്കിൽ, ഫിഖ് എന്ന് പറയുന്നത് അതിന്റെ അപ്ലൈഡ് സയൻസ് ആണ്. അപ്പോ സയൻസിനെ കൊണ്ട് തന്നെ ഒരു പ്രയോജനമില്ല. പ്രയോജനം വരണമെങ്കിൽ അത് നമ്മൾ സയൻസ് അപ്ലൈ ചെയ്ത് ടൂൾസ് ഉണ്ടാക്കണം. അപ്പൊ അത് എപ്പോഴും നിങ്ങൾ മറന്നു പോകാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് തൽക്കാലം ഓർമ്മിപ്പിക്കാനുള്ളൂ. ഇനിയും ഇമാം അബു ഹനീഫ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അള്ളാഹുവിന്റെ പുസ്തകം സ്വീകരിക്കുന്നു, അതിൽ ഇല്ലെങ്കിൽ ദൂതന്റെ സുന്നത്ത്, അതിലുമില്ലെങ്കിൽ സഹാബികളുടെ അഭിപ്രായം, അതിനുശേഷം ഞാൻ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോ ഹനഫി മദ്ഹബില് ഖുറാന്, സുന്നത്ത്, ഇജ്മ, ഖിയാസ് എന്ന ക്രമത്തിലാണ് നിർമ്മിച്ചത്. ഫിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് കിട്ടുന്ന, നമ്മൾ മനസ്സിലായില്ലേ, പല കാര്യങ്ങൾ ഖുറാനും സുന്നത്തും ഇജ്മായും ഖിയാസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിത്യജീവിതത്തിൽ അത് എങ്ങനെ വരുമെന്നുള്ളതിന്റെ ഫലമാണ് ഫിഖ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് ഫിഖുകളെ തള്ളിക്കളയാൻ സാധിക്കില്ല. ഇമാം മാലിക് ഇങ്ങനെ പറയുന്നു: മദീനയിലെ ജനങ്ങളുടെ അമൽ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം, പ്രയോഗം അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് ശക്തമായ തെളിവാണ്. കാരണം അവർ പ്രവാചകന്റെ സുന്നത്ത് തുടർച്ചയായി പിന്തുടർന്നവരാണ്. മാലിക്കി മദ്ഹബിൽ അമൽ അഹ്ലീലിൽ മദീനയുടെ പ്രാധാന്യം നൽകുന്നു. ഇത് ഫിഖിന്റെ ജീവൻ, അതായത് മദീനയിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് മാലിക്കി മദ്ഹബിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കേവലം എഴുതി വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് മാത്രമല്ല, കേവലം ഖുറാൻ വേണ്ട എന്നല്ല പറയുന്നത്, അവരുടെ നിത്യജീവിതവും ഈ മാലിക്കി മദ്ഹബിൽ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആ കാലത്ത് ജനങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതും കൂടി ഇവരെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് ചുരുക്കം. ഇമാം ഹൻബലി ഇങ്ങനെയാണ് പറയുന്നത്: ഹദീസ് ദുർബലമായാലും അത് മനുഷ്യന്റെ അഭിപ്രായത്തെക്കാൾ മികച്ചതാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇപ്പൊ ചില ഹദീസുകൾ ഹസനായ ഹദീസുകൾ ഇവരുടെ മദ്ഹബ് അനുസരിച്ച് പിന്തുടരേണ്ടതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ ദുർബലമായ ഹദീസുകൾ പോലും സാധാരണ ഇപ്പൊ നമ്മളുടെ അഭിപ്രായത്തെക്കാൾ, ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന്, അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സാധാരണ ഒരാളോ ഇപ്പൊ ഇന്ന് കണ്ടംപററി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമാമോ പറയുന്നതിനേക്കാളും മികച്ചതാണ്. ഹദീസ് ഇല്ലാത്ത കാര്യത്തിൽ മാത്രമേ ഖിയാസ് ഉപയോഗിക്കൂ. അപ്പോ ഹൻബലി മദ്ഹബ് ഹദീസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഫിഖ് സുന്നത്തിന്റെ പ്രായോഗിക രൂപമാണ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രവാചക ചര്യ എന്നുള്ളത്, പ്രവാചകന്റെ ജീവിതം എന്നുള്ളത്, ഖുറാൻ എന്നുള്ളത്, പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നുള്ളത് ഇസ്ലാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അവർക്ക് ക്ലാരിറ്റി വേണ്ട കാര്യങ്ങളിൽ സാധാരണ മനുഷ്യരുടെ പിന്നെ കാഴ്ചപ്പാടിനേക്കാൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾക്ക് ഇജ്മായും ഖിയാസും, അതായത് അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ ഉമ്മത്ത് വഴികേടിൽ ഒന്നിക്കുകയില്ല. ഇതും എനിക്ക് തോന്നുന്നു അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിലും ഈ കാര്യം പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. തിർമിദി, ഇബ്നു മാജ പറഞ്ഞ 2 ഹദീസിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഖിയാസ് എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പോ മയക്കുമരുന്ന് കഴിക്കാവോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഖുറാനിലോ സുന്നത്തിലോ കിട്ടില്ല. കാരണം ആ കാലത്ത് ഈ പറഞ്ഞ ആധുനിക MDMA അല്ലെങ്കിൽ ഇതുപോലെ സിറിഞ്ചുകളോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പൊ അത് കഴിക്കാമോ എന്നുള്ള കാര്യം അനുമാനമാണ്. മനസ്സിലായോ? അപ്പൊ നിലവിലുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നമ്മുടെ അനുമാനമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഖിയാസിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയ സാഹചര്യങ്ങൾ മാറി വന്നത്, ഇപ്പൊ ക്ലോണിങ് ചെയ്യാമോ? ഖുറാനിൽ കിട്ടില്ല. അല്ലെങ്കിൽ റോക്കറ്റിൽ കയറി പോകാമോ? അല്ലെങ്കിൽ ബഹിരാകാശ യാത്ര ചെയ്യാമോ? ചെയ്താൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മനസ്സിലായി? അപ്പൊ അവിടെ നിങ്ങൾ എങ്ങനെയാണ് സമയം നോക്കേണ്ടത്? ഇതൊന്നും നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഖിയാസ് ഇവിടെ കിട്ടില്ല, നിങ്ങളുടെ ഖുറാനിലോ ഹദീസിലോ കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ അനുമാനിച്ച് ഇതിങ്ങനെ ആവണം എന്ന് പണ്ഡിതന്മാർ തീരുമാനിക്കുന്നതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഖുറാൻ മാത്രം ഉപയോഗിച്ച് പലരും പറയുന്നുണ്ട്, ഖുറാൻ മാത്രമേ ഞങ്ങൾക്ക് മതി. ഖുറാൻ മാത്രം പോരാ. ഖുറാൻ മാത്രം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നമസ്കാരം എങ്ങനെ നിർവഹിക്കുന്ന അറിഞ്ഞൂടാ, സക്കാത്ത് എത്ര നൽകണമെന്ന് അറിഞ്ഞൂടാ, ഹജ്ജ് എങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞൂടാ, വിവാഹ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ, പാരമ്പര്യം, ഇതിനകത്ത് പല പാരമ്പര്യമുണ്ട്. അത് അതായത് നിങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫിഖ് ഇല്ലാതെ ഓരോ വ്യക്തിയും ഖുറാനെ സ്വന്തം ഇഷ്ടാനുസരണം വ്യാഖ്യാനിക്കും. ഇത് നയിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ
ഇന്ന് നിങ്ങളുടെ മദ്ഹബിൽ അല്ലെ, സോറി, നിങ്ങളുടെ ആ, നാട്ടിലെ ഒരു പള്ളിയിൽ പോയാൽ അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ട് അല്ലേ? അതായത് അവിടെ ആള് വരുന്നു, ആ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം, എങ്ങനെ കഴുകണം, എങ്ങോട്ട് തിരിയണം, ഇതെല്ലാം വളരെ കൃത്യമാണ്. എന്തുകൊണ്ടാണ്? ഫിഖ്ഹ് ഉള്ളത് കൊണ്ടാണ്. ഇതില്ലെങ്കിൽ എന്ത് പറ്റും? നമസ്കാരത്തിൽ അരാജകത്വം, സക്കാത്തിൽ അനിശ്ചിതത്വം, കുടുംബ നിയമത്തിൽ കുഴപ്പം. കാരണം ഒരാൾ പറയുന്ന കാര്യമല്ല വേറെ ആൾ പറയുന്നത്, ഉമ്മത്തിന്റെ ഐക്യം നഷ്ടപ്പെടാൻ എന്നിവയിലേക്ക് ഇത് നയിക്കും. നിങ്ങളിത്, ഞാൻ അതുകൊണ്ടാണ് ഇത് റെഡ് ലൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ഫിഖ്ഹ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ സാധനം നടക്കില്ല. ഇബിന് തൈമിയ പറയുന്നത് സുന്നത്ത് ഖുറാന്റെ വിശദീകരണമാണ്, അത് ഖുറാനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഫിഖ് അറിയാത്തവൻ ദീനിന്റെ പകുതി തന്നെ അറിയാത്തവനാണ്. ഹനഫി, മാലിക്കി, ഷാഫി, ഹൻബലി 4 മതങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവയെല്ലാം ഖുറാനും സുന്നത്തും അടിസ്ഥാനമാക്കി നിർമ്മിച്ചവയാണ്. വ്യത്യാസങ്ങൾ ഇസ്തിഹാദിലാണ്, അടിസ്ഥാനത്തിലല്ല. അവയെല്ലാം ഫിഖ്ഹിന്റെ സാധുവായ രൂപം. അതായത് നിങ്ങൾക്ക് ഈ ഖുറാനും സുന്നത്തും അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ സാധനത്തെ പ്രായോഗികരമാക്കണമെങ്കിൽ ഈ ഫിഖ്ഹുകൾ കൂടിയേ തീരും. അതല്ലെങ്കിൽ ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിയും. നമസ്കരിക്കുന്നത് ഓരോ വഴിക്കായിരിക്കും, വിവാഹ ജീവിതം അതിന്റെ നിയമം ഒരു വഴിക്കായിരിക്കും. അപ്പൊ അതായത് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും ഇല്ലാതെ തോന്നിയവാസം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ടത് മാറും. ഒരു മദ്ഹബ് പിന്തുടരുന്നത് ഉമ്മത്തിന്റെ ഐക്യത്തിനും സ്ഥിരതയ്ക്കും വളരെ സഹായകമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചുമ്മാ അങ്ങ് തള്ളുക, നമ്മൾ തള്ളാൻ റെഡിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുസ്ലിം ആകാൻ ഫിഖ്ഹ് അനിവാര്യമാണ്, നമസ്കാരം ശരിയായിട്ട് നിർവഹിക്കാൻ ഫിഖ്ഹ് അനിവാര്യമാണ്, സക്കാത്ത് ശരിയായിട്ട് നൽകാൻ ഫിഖ്ഹ് അനിവാര്യമാണ്, ഹജ്ജ് ശരിയായിട്ട് ചെയ്യാൻ ഫിഖ്ഹ് അനിവാര്യം. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിന്റെ പില്ലറുകളാണ്, നിങ്ങൾ മറക്കരുത്. കുടുംബജീവിതം നിയന്ത്രിക്കാൻ ഫിഖ്ഹ് അനിവാര്യമാണ്. ഹലാലായ ഇടപാടും ഹറാമായ ഇടപാടും ഏതാണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പൊ നമ്മളിപ്പോ ഈ കുട്ടികളെ വിവാഹം കഴിക്കാമോ, അല്ലെങ്കിൽ സ്വന്തം കുട്ടിയെ വ്യഭിചാരത്തിൽ പിറന്ന കുട്ടി വിവാഹം കഴിക്കാമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അത് അനുവദനീയമാണോ എന്നുള്ള ചോദ്യത്തില് ഈ പ്രശ്നമാണ്. സമൂഹത്തിൽ നീതി നടപ്പാക്കാൻ ഇത് അനുവദനീയമാണ്, അത്യാവശ്യമാണ്. ഖുറാൻ ദൂതനെ അനുസരിക്കാൻ ആജ്ഞാപിക്കുന്നു. സുന്നത്ത്, അതായത് ദൂതൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ, സുന്നത്ത് ഖുറാന്റെ വിശദീകരണമാണ്. ഫിഖ്ഹ് സുന്നത്തിന്റെ പ്രായോഗിക രൂപമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, പ്രവാചകചര്യ ഇന്ന് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള പ്രായോഗിക രൂപമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഫിഖ്ഹുകളെ, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാണക്കാട് ഒരു പെൺകുട്ടി അവര് എന്തുകൊണ്ട് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് പിന്നെ നിസ്കരിക്കാൻ പള്ളിയിൽ പോയിക്കൂടാ എന്നൊരു ചോദ്യം വന്നു. അപ്പൊ വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞു, ആ കുട്ടിക്ക് ഫിഖ്ഹ് അറിയില്ല. മനസ്സിലായി? അപ്പൊ ഫിഖ്ഹിനെ ഇങ്ങനെ ഓടിയിട്ട് തള്ളാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് ഇവിടെയുള്ള ഒന്നില്ലെങ്കിൽ ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വരുന്ന ലെഫ്റ്റ് ലിബറൽ വോക്കുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ഇവർക്ക് അറിയില്ല. ഇത് രണ്ടും, അല്ലെങ്കിൽ മനഃപൂർവ്വം നുണ പറയുന്നത്. അപ്പൊ ഫിഖ്ഹ് തള്ളിക്കൊണ്ട് ഒരു ഇസ്ലാം ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ അത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫിഖ്ഹ് ഇല്ലാതെ ദീൻ പ്രായോഗികമാകില്ല. അതുകൊണ്ട് ഫിഖ്ഹ് മുസ്ലിം ആകാനുള്ള അനിവാര്യ ഘടകമാണ്. എന്റെ ഉപസംഹാരം, ഫിഖ്ഹ് മനുഷ്യൻ സൃഷ്ടിച്ചല്ല, അത് ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ പ്രായോഗിക രൂപമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ആകാൻ ഫിഖ്ഹ് അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ആരെങ്കിലും പറയാണ്, അയ്യോ ഇതിന്റെ ഒന്നും കാണുന്നുണ്ടാവും, ഓക്കെ, ഇതാണ് പോസ്റ്റ് ഞാൻ പറഞ്ഞത്. തനത് നാസ്തികർക്കും മതം വിട്ട താന്തോന്നികൾക്കും, ഇത് അദ്ദേഹത്തിന്റെ പോസ്റ്റാണ്. തനത് നാസ്തികർക്കും മതം വിട്ട താന്തോന്നികൾക്കും അടിക്കാനുള്ള വടി കൊടുക്കാതിരിക്കാൻ ഫത്തുൽ മൊയ്ൻ അടക്കമുള്ള ഫിഖ്ഹി കിതാബുകൾ മാറ്റിവെച്ച് ഖുറാൻ മാത്രം ഉപയോഗിക്കാനുള്ള സ്നേഹോപദേശങ്ങളും വ്യക്തിപരമായ പരിഹാസങ്ങളും അത്യാവശ്യം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഭാഗം പറയുന്നു. അദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണ്. അദ്ദേഹം വളരെ രസകരമായിട്ട്, മുഴുവൻ വായിക്കാൻ സമയമില്ല. ഇസ്ലാം നാസ്തിക സംവാദം എന്നത് ഇസ്ലാമിന്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരു കോർണർ കിക്കോ പെനാൽറ്റി ഗെയിമോ അല്ല. അവസരവാദം, പരിഹാസം, വ്യക്തിഹത്യ, ടാർഗറ്റിംഗ് തുടങ്ങിയ രീതികളോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് വിചാരിക്കുന്നവരെ ഉൾക്കൊള്ളുന്നു, എതിർക്കുന്നതുമില്ല. ഉരുളിക്കുപ്പേരി, മൂർച്ചയേറിയ വാക്കുകളൊക്കെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ഒരു നിയമമാണ്. പക്ഷെ ഞാനത് രണ്ടാമത്തെ പോർഷൻ അദ്ദേഹം എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്.
പരമ്പരാഗത പരമ്പരാഗത പണ്ഡിത രീതികളെയും അവരുടെ ഫിഖ്ഹി കിതാബുകളെയും ഒഴിവാക്കിയാൽ പിന്നെ പരിചയപ്പെടുത്താൻ ഒരു ഇസ്ലാം ബാക്കി ഉണ്ടാവില്ല. ശ്രദ്ധിച്ചോ? പരമ്പരാഗത പണ്ഡിത രീതികളെയും അവരുടെ ഫിഖ്ഹ് കിതാബുകളെ ഒഴിവാക്കിയാൽ പിന്നെ പരിചയപ്പെടുത്താൻ ഇസ്ലാം ബാക്കി ഉണ്ടാവില്ല. മുമ്പ് യൂറോപ്യൻ ജ്ഞാനോദയ കാലത്തിന് ശേഷം പദാർത്ഥവാദികളായ പടിഞ്ഞാറൻ നിരീശ്വരവാദികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ അപ്ഡേറ്റഡ് ഇസ്ലാം ഉണ്ടാക്കിയ ഇസ്ലാമിക് മോഡേണിസ്റ്റുകൾ കാട്ടിയ വങ്കത്തരങ്ങൾ അബദ്ധമാണെന്നും ഫലത്തിൽ ആ രീതിയാണ് നാസ്തികർക്ക് ഉത്തേജനമായത്. ഇസ്ലാമിന്റെ അടിത്തറ ഇല്ലാതാക്കുമെന്ന് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഈ കുറിപ്പിന് മറ്റൊരു സ്വഭാവം വരാതിരിക്കാൻ ഞാൻ ചില പേരുകൾ പറയാതെ വിടുന്നു. പേരൊക്കെ ആരുടെയെന്നല്ല നമുക്കറിയാം. ഓക്കെ, ആ വിഷയത്തിൽ തിയോഫോർട്ട് പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിൾ ലിങ്ക് കമന്റിലുണ്ടാവും. 19-20 നൂറ്റാണ്ടിലെ ഭൗതിക ശാസ്ത്രത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ ഇസ്ലാമിനെ നന്നാക്കിയവർ ഖുറാനിന്റെ അടിസ്ഥാനമായ വഹിയെ പോലും മെറ്റാഫിസിക്കൽ അല്ല, മാനോനിലവാരം ഉയർന്ന വ്യക്തിയുടെ വിശപ്പും ദാഹവും പോലുള്ള തോന്നലാണെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി പാരാസൈക്കോളജിക്കൽ ടേമുകൾ കടമെടുത്തിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഖുറാനിൽ പറയപ്പെട്ട അക്കാലത്തെ സയൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത എല്ലാ അസാധാരണ സംഭവങ്ങളെയും സാധാരണ സംഭവങ്ങളായി വ്യാഖ്യാനിച്ചു. അതായത് അൺനാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ നോർമലൈസ് ചെയ്തു, നോർമേറ്റീവ് ആയിട്ടുള്ള വ്യാഖ്യാനം കൊടുത്തു. അബാബിയിൽ പറവുകൾ ചിക്കൻ പോക്സ് ആണെന്നും ഇഫ്രീത്ത് ഒട്ടക പക്ഷിയാണെന്നും കുബ്സ് ബാബായിസ് ബാക്ടീരിയ ആണെന്നും പറഞ്ഞിരുന്നു. 21-ാം നൂറ്റാണ്ട് വന്നപ്പോൾ അതേ വഴിയിലുള്ളവർ തന്നെ ശാസ്ത്രം വെച്ച് ജിന്നിനെയും ഏലിയനെയും പ്രൂവ് ചെയ്യാനുള്ള ഗവേഷണത്തിലാണ് താനും. നബി പ്രവചിച്ചത് ദിവ്യബോധനം വഴിയല്ല, ജൂത പുരോഹിതർ വഴി അറിഞ്ഞതാണെന്ന് അന്ന് അവർ പറഞ്ഞിരുന്നു. ജൂത പുരോഹിതർ എവിടെ നിന്നും മനസ്സിലാക്കിയെന്നവർ ഓർത്തില്ല. മാത്രമല്ല സഹീഹുൽ ബുഖാരിയെ തള്ളി സീറക്കഥകളെ ആശ്രയിക്കുന്നതിൽ അവർക്ക് കുണ്ഠിതം തോന്നിയതുമില്ല. കാരണം നിരീശ്വരവാദികൾക്ക് അടിക്കാനുള്ള വടി കൊടുക്കാതിരിക്കാൻ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇനി ശ്രദ്ധിച്ചോ, ഫലമോ ഒരൊറ്റ നാസ്തികനും ഇസ്ലാം അണഞ്ഞില്ല. മുസ്ലിം ലോകത്ത് കുറെ സെമി യുക്തിവാദികൾ ഉണ്ടാവുകയും ചെയ്തു. യഥാർത്ഥ ഇസ്ലാം മനസ്സുകൾ കീഴടക്കും, മുറി ഇസ്ലാം അപഹാസ്യമാവുകയും ചെയ്യും. അതിനു മുമ്പൊരു കാലത്ത് ക്രൈസ്തവ പുരോഹിതർ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം, ഇതാണ് എനിക്ക് ഏറ്റവും ഇതിന്റെ നെയിൽ പോയിന്റ് ആയിട്ട് തോന്നിയത്. അതിനു മുമ്പൊരു കാലത്ത് ക്രൈസ്തവ പുരോഹിതർ മുസ്ലിം പണ്ഡിത ലോകത്തോട് ചോദിച്ചു, ഖുറാൻ അള്ളാഹുവിന്റെ ഖദീമായ കലാമാണെങ്കിൽ കലിമത്തും ഖദീമാവണമല്ലോ. അതായത് അത് നിങ്ങൾക്കറിയാലോ, ഈ ഖുറാൻ ഇറ്റേണൽ ആണോ അല്ലയോ എന്നുള്ള ചോദ്യമാണ് വസ്തുത്തിൽ വളരെ പ്രശ്നം ഉണ്ടാക്കിയത്. ഈസാ നബിയെ കുറിച്ച് കലിമത്ത് എന്ന് നിങ്ങളുടെ ഖുറാനിൽ ഉണ്ടല്ലോ, അതിനാൽ ജീസസും ഖദീം ദൈവമാകുമല്ലോ അല്ലേ? അപ്പോ ക്രൈസ്തവ പുരോഹിതർക്ക് അടിക്കാനുള്ള വടി കൊടുക്കാതിരിക്കാൻ അന്നത്തെ മതയുക്തിവാദികളായിരുന്ന മുത്തസില്ലകൾ ഒരു തീരുമാനം പാസാക്കി, ഖുറാൻ ഖദീമാണെന്ന് ഇനി സോഷ്യൽ മീഡിയയിൽ പറയേണ്ട ഹദീത്താണെന്ന് പറയാം. ഫലത്തിൽ ലക്ഷക്കണക്കിന് ഹദീത്തുകൾ മനപ്പാടമുള്ള പണ്ഡിതർ പോലും കൊല്ലപ്പെടുന്ന, തടവിലാക്കപ്പെടുന്ന, മുസ്ലിം ലോകം ശിഥിലമാകുന്ന അവസ്ഥയുണ്ടായി. അതായത് തൽക്കാല ലാഭത്തിന് വേണ്ടി ഇതുപോലെ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഷോയിബുൽ ഹൈത്തമി നിങ്ങളുടെ അടുത്ത് പറയാണ്. ഇനി 3, ഫത്ഹുൽ മുഈനിലെ സങ്കല്പങ്ങളുടെ പട്ടികയിട്ട് ഫിഖ്ഹിനെ കൊച്ചാക്കുന്ന ഇസ്ലാം സംരക്ഷകർ ഫിഖ്ഹിന്റെ രീതിശാസ്ത്രം മനസ്സിലാക്കണം. 2 തരം ഫിഖ്ഹി രചനകളുണ്ട്, എന്നാൽ പ്രായോഗിക നിയമങ്ങളാണ് അവ. എന്നാൽ ഹൈപ്പോത്തറ്റിക്കൽ നിയമങ്ങളാണ് അവ. കേവലം സാങ്കല്പികമായ ആവിഷ്കാരങ്ങളല്ല. അവർ ജീവിച്ച കാലഘട്ടത്തിലെ ഓരോ വിഷയത്തിലെയും എക്സ്പേർട്സ് അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടാണ് ഫിഖ്ഹി രചനകൾ നടത്തപ്പെട്ടത്. വിദൂര ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അക്കാലത്തെ ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങളിലും അക്കാലത്തെ ടെക്നോളജി നോക്കി അതിന്റെ പൊട്ടൻഷ്യാലിറ്റിയുടെ മാക്സിമം സാധ്യത ഊഹിച്ചെടുത്ത് ഉണ്ടായേക്കാവുന്ന സാമൂഹിക ചുറ്റുപാടുകളും ഒക്കെ കോർത്താണ് മസലകൾ രൂപപ്പെടുത്തിയത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ മനുഷ്യപ്പട്ടി എന്നുള്ളത്? മനുഷ്യപ്പട്ടിയെ അവരിപ്പോ വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ ഇതിപ്പോ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടോ, ഇപ്പോ ഡോഗ് എന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഡോഗ് എന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരും മനുഷ്യരോട് കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ പറ്റി ദീർഘദൃഷ്ടിയിൽ അവർ എഴുതിയതാണെന്നാണ് ഇപ്പോഴത്തെ പുതിയ വെളിപ്പേര്. മനുഷ്യനും പട്ടിയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് മനുഷ്യക്കുട്ടി ഉണ്ടായാൽ അതിന് നിസ്കരിക്കാവോ അല്ലെങ്കിൽ അതിന് നമസ്കാരം ലീഡ് ചെയ്യാവോ എന്നൊക്കെയുള്ള ചോദ്യം വന്നപ്പോൾ അത് റിഡിക്യൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ പറയുന്നത് വളരെ അതിനധി വിദൂര ഭാവിയിൽ മനുഷ്യർ പട്ടിയായിട്ട് ഐഡന്റിഫൈ അങ്ങനെ ചെയ്യാലോ. ഇപ്പം നിങ്ങൾക്ക് ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷനായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ സ്ത്രീയായിട്ട് ഐഡന്റിഫൈ. ഇതുപോലെ മനുഷ്യന് മൃഗമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ പുതിയ വെളുപ്പേര്. അപ്പൊ എനിവേ ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ചർച്ചകളാണ് ഇസ്ലാമിക ലോകത്ത്. ശ്രദ്ധിക്കുക, ഞാൻ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, 3Dയിൽ ജീവിക്കുന്ന ഒരാൾ മൾട്ടി ഡയമെൻഷനിലേക്ക് മാറിയാലോ 4Dയിൽ ജീവിക്കുന്ന കക്ഷിയുമായി ഉടമ്പടി വിവാഹം ചെയ്താലോ ഉണ്ടാവുന്ന കാര്യങ്ങൾ അവർ ചർച്ചയ്ക്ക് വെച്ചു. ഇന്ന് ഏലിയനെയും എക്സ്ട്രാ ടെറസ്ട്രിയൽസിനെയും പ്രണയിക്കുന്ന സയന്റിഫിക് ഫിക്ഷനുകൾ സുലഭമാണ്. ഡിസ്പ്ലേയിൽ ചരക്ക് കാണിച്ച് 2 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന രീതിയും ഒരു നിമിഷം കൊണ്ട് മൈലുകൾ സഞ്ചരിക്കാവുന്ന വാഹനങ്ങളിലെ ജാവും ഖസറും അടക്കം ധ്രുവങ്ങളിലെ മാസപ്പിറവിയും ടെസ്റ്റ് ട്യൂബിങ്ങും ക്ലോണിങ്ങും ക്രിപ്റ്റോ കറൻസിയും എല്ലാം അവ ഉൾപ്പെടുന്ന പദാവലികൾ വെച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയപ്പെട്ടത് കൂടി ഭാഗമായി. ഈ ഫിഖിൽ ഇതിലൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുക. അപ്പൊ നമ്മൾ ഈ ക്രിസ്ത്യാനികളായിട്ടുള്ളവരും അവിശ്വാസികളായിട്ടുള്ളവർ ഇത് അറിയാതെ, ഇതൊക്കെയാണ് ഇവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ചർച്ചകൾ. മനസ്സിലായി, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ അടുത്തത്, ഇപ്പൊ ഞാനാ പറഞ്ഞ കാര്യം, മനുഷ്യൻ മൃഗമാവുന്ന അല്ലെങ്കിൽ മനുഷ്യൻ മറ്റൊരു മൃഗമാവുന്ന ചർച്ചയെടുത്ത് ഫിഖിനെ പരിഹസിക്കുന്നവർ ട്രാൻസ്റേസിസത്തിന്റെ ഏറ്റവും പുതിയ ചർച്ചകൾ അറിയാഞ്ഞിട്ടാവാം നായയായി മാറാൻ കോടതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന മനുഷ്യൻ്റെത് കൂടിയാണ് 21ാം നൂറ്റാണ്ട്. കണ്ടോ? അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ നായിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതിന്റെ വിശദീകരണമാണ്. താന്തോന്നികൾക്ക് അടിക്കാൻ വടി കൊടുക്കാതിരിക്കാനായി ഫിഖിന്റെ ക്രെഡിബിലിറ്റി തള്ളിക്കളയുന്നവർക്ക് ദൈവാസ്തിക്യം മനസ്സിലായിട്ടില്ല എന്നാണ് കാര്യം. അപ്പൊ അങ്ങനെ തള്ളിക്കളയാവുന്ന കാര്യമല്ല ക്ലാസിക്കൽ ഇസ്ലാമിലെ ഫിഖ്. മനസ്സിലായോ? ഭൗതിക ലോകം മുഴുവൻ കണ്ടിൻജന്റ് ആണ്. കണ്ടിൻജന്റ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് പൊട്ടൻഷ്യാലിറ്റി ടു ബി അനദർ പാറ്റേൺ. നിലവിൽ സ്ഥിതിയല്ലാതെ അതേ വസ്തു തന്നെ മറ്റൊരു രീതിയിലും ആകാൻ പറ്റുന്ന ഈ ജാതി തൊള്ളാണ്. മനസ്സിലായോ? മനുഷ്യർ മറ്റൊരു ജീവിയാവുന്ന മസല മെൻഷൻ ചെയ്തും സ്ട്രോമൻ ഫാലസി തലയ്ക്ക് കയറിയും ഷാഫി ഇമാമിനെ തോട്ടിലെറിയാൻ നിൽക്കുന്ന വിദ്വാൻമാർക്ക് ഇൻഫീരിയോറിറ്റി അടിച്ച് 10 മൊയിൻ മറച്ചു വെക്കാം. അപ്പോൾ ക്ലാസിക്കൽ ഷാഫി വിദ്വാൻമാര് നിങ്ങളുടെ അടുത്ത് പറയാണ്, ഇത് നിങ്ങൾക്ക് തൽക്കാലം മറച്ചു വയ്ക്കാം. എന്നാൽ പാറക്കെട്ടിൽ നിന്ന് ഒട്ടകം ചാടിയ, ചന്ദ്രൻ നെടുകെ പിളർന്ന, ഉണക്ക ഈന്തമരം പഴം ചുരിഞ്ഞ, മുലക്കുടി പൈതൽ സംസാരിച്ച, 300 വർഷങ്ങൾ മനുഷ്യർ ഉറങ്ങി ആരോഗ്യത്തോടെ എഴുന്നേറ്റ, 1000 മൈലുകൾക്ക് അപ്പുറത്ത് വെച്ച് മകന്റെ കുപ്പായം മണത്ത, മനുഷ്യൻ ഉറുമ്പിനോട് സമ്മതിച്ച ഖുറാൻ വിശദീകരണങ്ങളും ഡിലീറ്റ് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഉള്ളം കയ്യിൽ രോമം വന്നാൽ എന്ന 10 മൊയിൻ ഭാഗം മെഡിക്കൽ സയൻസിന് എതിരാകുന്നതിനാൽ മാറ്റണമെങ്കിൽ കൊച്ചു കുഞ്ഞും മിണ്ടലോ അതൊക്കെ സംഭവിക്കാം. പ്രകൃതിയിലെ ഒരു കാരണവും സ്ഥായിയല്ല. കാരണം മാറി. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അപ്പോ ഈ നിസ്സാര കാരണം പറഞ്ഞ്, അതായത് ഫിഖ് ഗ്രന്ഥങ്ങളെ തള്ളിയാൽ, ഷാഫി ഇമാമിനെ തള്ളിയാൽ, അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ കൂട്ട് 10 മൊയിനെ തള്ളിയാൽ പിന്നെ ഇസ്ലാം ബാക്കി ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. മുറിച്ചൊട്ടിച്ച കുറിപ്പിനപ്പുറവും ഇപ്പുറവും കഴിഞ്ഞ പോസ്റ്റിൽ ഞാൻ പറഞ്ഞത് വ്യഭിചാരപുത്രി കിട്ടുന്നത് ഷാഫി മദ്ഹബിൽ വെറുക്കപ്പെട്ട കാര്യമെന്നാണ്. കറാഹത്ത് എന്നാൽ അപരാധം എന്നാണ് അർത്ഥം. അല്ലാഹുവിനും റസൂലിനും വെറുപ്പ് എന്നാണ് വിവക്ഷ. അതിനപ്പുറം വിശദീകരിക്കേണ്ട കാര്യമില്ല. നാസ്തികർ ഷാഫി മദ്ഹബ് ആ വിവാഹം സമ്മതിക്കുന്നു. ഞങ്ങൾ പറയുന്നത് സമ്മതിക്കുന്നതല്ല, അത് ഞാൻ നാസ്തികനുമല്ല, വിവാഹം സമ്മതിക്കുന്നുവെന്നാക്കി. കറാഹത്ത് എന്ന് പറഞ്ഞാൽ, കറാഹത്തിന്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് 3 പ്രാവശ്യത്തിൽ കൂടുതൽ കൈ കഴുകുക, അത് അല്ലെങ്കിൽ പിന്നെ നിസ്കാരത്തിന് പിന്നെ എളിയിൽ കൈ കൊടുത്ത് നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കറാഹത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് അങ്ങനെ തല പോകുന്ന കാര്യമൊന്നുമില്ല. ആ വടിയെടുത്ത് കുറെ കാലമായി താന്തോന്നികൾ വീശുന്നു, ഞാൻ കൊടുത്ത വടിയൊന്നുമല്ല. ഇനി അത്തരം താന്തോന്നികൾക്ക് ഇഷ്ടപ്പെട്ട ഇസ്ലാം ഉണ്ടാക്കി നിങ്ങൾ പറഞ്ഞാൽ അവരെല്ലാം ഇസ്ലാമിലേക്ക് വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ലോകത്തെല്ലാവരും ഇസ്ലാമിലേക്ക് വരേണ്ടതുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇസ്ലാമിൽ ഭൂമിക്ക് തന്നെ വലിയ പ്രാധാന്യമില്ല. എന്നിട്ടല്ലേ കുറച്ച് മൈദപ്പൊടി. നാസ്തികയാണ് ഭൂമിയെയും മനുഷ്യനെയും ചുറ്റിപ്പറ്റി കറങ്ങുന്ന തവളവട്ടം. അല്ലാഹുവിന്റെ പ്രാപഞ്ചിക സംവിധാനമാണ് ഇസ്ലാം. മനുഷ്യരിലെയും ജിന്നുകളിലെയും നിശ്ചിത അംഗങ്ങളെ മാറ്റി നിർത്തിയാൽ ഈ പ്രപഞ്ചം മുസ്ലിമാണ് എന്നതാണ് ഇസ്ലാം. ഖുറാൻ പറയുന്നത് 10 മൊയിനും ലാ ഇലാഹ്. അപ്പോ ഇതാണ് യഥാർത്ഥ ഷാഫി മദ്ഹബിന്റെയും ക്ലാസിക്കൽ മുസ്ലിങ്ങളുടെയും കാഴ്ചപ്പാട്. ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ ജീവിതകാലത്ത് ഈ സാധനം മനസ്സിലാവുകയില്ല. നിങ്ങൾക്കിത് ജീവിതകാലത്ത് മനസ്സിലായില്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് എന്തെല്ലാം പറഞ്ഞിട്ടും ഇത് കാര്യവുമില്ല. അപ്പൊ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ, ഇവിടെ ഇരുന്ന് ഇസ്ലാമിനെ, ക്ലാസിക്കൽ ഇസ്ലാമിനെ തള്ളാമെന്നും അല്ലെങ്കിൽ ഈ ഫിഖ് ഗ്രന്ഥങ്ങളെയൊക്കെ തള്ളി ഇസ്ലാമിനെ രക്ഷിക്കാമെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ വിവരക്കേടാണ്. നിങ്ങൾക്ക് അങ്ങനെ തള്ളാൻ പറ്റില്ല. അങ്ങനെ തള്ളാൻ പറ്റുന്ന സാധനവുമല്ല. ഇപ്പൊ ഫിഖ് ഗ്രന്ഥങ്ങളെ തള്ളാം, അത് എന്താ പറയാ, ഖുറാനാണ് പ്രോമിനൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറയുന്നത് വേറെ എന്തോ, നാട്ടുകാർക്ക് പരിചയമില്ലാത്ത, ലോകക്കാർക്ക് പരിചയമില്ലാത്ത, നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒരു ഇസ്ലാമാണ്. അത് യഥാർത്ഥ ഇസ്ലാമാണെന്ന് മാത്രം നിങ്ങൾ പറയരുത്. ഏതായാലും ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ,
അങ്ങനെ തള്ളാൻ വരട്ടെ, ഫിഖുകളെ അങ്ങനെ തള്ളാൻ വരട്ടെ. മാത്രമല്ല ഫിഖുഹയിൽ ഈ ഫിഖുഹ് ഗ്രന്ഥങ്ങളിൽ ഇത് കറാഹത്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് ഹറാമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാദങ്ങൾ നിലയിൽ പൊട്ടുകയാണ് ചെയ്യുന്നത്. ഫിഖ് ഗ്രന്ഥങ്ങളെ തള്ളിക്കൊണ്ട് ഇവിടെ ഷാഫി ഇമാമിനെയും അല്ലെങ്കിൽ ഷാഫി മദ്ഹബിനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ക്ലാസിക്കൽ പണ്ഡിതന്മാർ കൊടുക്കുന്ന മുഖത്തടച്ച മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഏതായാലും ഈ ചർച്ചകൾ ഇവിടെ തീരില്ല. ഈ ചർച്ചകൾ തീരാനുള്ളതുമല്ല, തീരേണ്ടതുമല്ല. കാരണം ഈ ചർച്ചകൾ കൂടിയാണ് യഥാർത്ഥ ഇസ്ലാം, ട്രൂ ഇസ്ലാം. ഈ ട്രൂ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ഫിക്കുകളിൽ അടിമക്കച്ചവടത്തെ പറ്റി, അതുപോലെ തന്നെ അടിമ വ്യാപാരത്തെ പറ്റി, അടിമ വ്യാപാരത്തിന്റെ ഭീകരത, അതായത് ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സ്ത്രീയെ എങ്ങനെയാണ് വിൽക്കേണ്ടത്, അവൾക്ക് കുട്ടിയുള്ളപ്പോൾ അടിമയായിട്ട് എങ്ങനെയാണ് വിൽക്കേണ്ടത്, അതിന്റെ വില എങ്ങനെയാണ്, അല്ലെങ്കിൽ പറയുമ്പോൾ മാരടങ്ങളുടെ വലിപ്പം നോക്കി അല്ലെങ്കിൽ വിയർപ്പിന്റെ മണം നോക്കി ഒക്കെ സ്ത്രീകളെ, മനുഷ്യരെ വിൽക്കേണ്ടുന്ന കാര്യം പഠിപ്പിക്കുന്ന ഗ്രന്ഥം 2026 പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഫത്തഹുൽ മുഈൻ എന്ന് പറയുന്നത്. ഇപ്പൊ ചിലർ പറഞ്ഞു കേട്ടു ഇത് ഏതോ ഒരു പൊന്നാനിക്കാരൻ എഴുതിയത് കൊണ്ട് അതിന് ഇത്രേ വിലയുള്ളൂ. അല്ല, ഈ പൊന്നാനിക്കാരൻ ആകാശത്ത് നോക്കി എഴുതിയല്ല. ഈ പൊന്നാനിക്കാരൻ, നിങ്ങളെക്കാളും വിവരവും വിദ്യാഭ്യാസമുള്ള ഈ പൊന്നാനിക്കാരൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഇസ്ലാമിലെ പല ഹദീസുകളും വരുന്നതിന് മുമ്പാണ് ഷാഫി ജീവിച്ചിരുന്നത്. നിങ്ങൾ ആലോചിക്കുക, പല ഹദീസുകളും എഴുതപ്പെടുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ഷാഫി കണ്ട ഇസ്ലാം മോശമാണെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ കണ്ട ഇസ്ലാമാണ് നല്ലത്. ഷാഫി പറഞ്ഞത് മോശം, നിങ്ങൾ എട്ടും പൊട്ടും തിരിയാത്ത, ഖുർആൻ ഒരിക്കൽ പോലും പാട്ടിന് വായിക്കാത്ത നിങ്ങൾ പറഞ്ഞ് ശരി. ഇതൊക്കെ ആരോട് പറയാനാണ് സുഹൃത്ത്? അപ്പൊ അതുകൊണ്ട് മദ്ഹബുകളെ തള്ളി, ഷാഫി ഇമാമിനെ തള്ളി, അല്ലെങ്കിൽ ഇമാം നവമിയെ തള്ളി, ഫത്തഹുൽ മുഈനെ തള്ളി നിങ്ങൾ അതിനേക്കാളും ബുദ്ധിയുള്ളവരാണെന്ന് പറയുന്ന മണ്ടത്തരം, അത് മണ്ടത്തരം എന്നല്ലാതെ വേറെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചകൾ ഇങ്ങനെ തന്നെയാണ് നടക്കുള്ളൂ. ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഫിഖുകളെ തള്ളാൻ പറ്റില്ല. ഞാൻ ഷൈബുൽ ഹൈതമിയുടെ വാക്കുകൾ കടമെടുത്ത് പറയാണ്, ഫിഖുകളെ തള്ളിയാൽ പിന്നെ ഇസ്ലാം ഇല്ല, ഇസ്ലാമിന് ബാക്കിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഓരോരുത്തരും ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഇപ്പൊ പറയുന്ന അറിയില്ല, അവനവനിസം എന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് അവനവനിസമാണ്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അറിയില്ല, എങ്ങനെയാണ് പിന്നെ കുടുംബജീവിതം നയിക്കേണ്ടത് അറിയില്ല, ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ് മരണ ശുശ്രൂഷ നടത്തേണ്ടത് ഒരു കാര്യവും, എങ്ങനെയാണ് ഇമാമിങ്ങളുടെ കാര്യം, എങ്ങനെയാണ് പണ്ഡിതന്മാരോടുള്ള പെരുമാറ്റം, ഇതൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫിഖുകളെ തള്ളി ഇസ്ലാമിനെ രക്ഷിക്കാമെന്നുള്ള ചിന്ത ഒട്ടും പ്രാക്ടിക്കൽ അല്ല, അത് നടക്കില്ല. നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കാം, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് ഒരു പരാജയമായിരിക്കുന്നു മാത്രം തൽക്കാലം പറയുന്നു. അതുകൊണ്ട് ഈ ചർച്ചകളിൽ ഷൈബുൽ ഹൈതമിയെ പോലുള്ള ആൾക്കാർ എന്താണ് ചെയ്തതെന്നും വാസ്തവത്തിൽ അവരാണ് സത്യം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ആ ഊർജ്ജസ്വലതയെ, അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ അഭിനന്ദിക്കുന്നു. കാരണം ഇത് പറയാൻ പലർക്കും ഇന്ന് ധൈര്യമില്ല, അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ ഇത് പറയപ്പെടേണ്ട കാര്യമാണ്. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വളരെ സംക്ഷിപ്തമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ കുറച്ച് ദിവസമായുള്ള കണ്ടു തുടങ്ങിയിട്ട്. ഏതായാലും അതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ട വേറെ ആളാണ് പിന്നെ സാലിഖ് നിസാമി എന്ന് പറഞ്ഞ ഒരാൾ. ഞാൻ അദ്ദേഹത്തിന്റെ എഴുത്തുകളും ഈയിടെയായിട്ട് വായിച്ചു തുടങ്ങി, ഒരു 2-3 ദിവസമായിട്ടുള്ളൂ. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. ഞാൻ അതിനകത്ത് 1-2 പോയിന്റുകൾ നോക്കി വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അദ്ദേഹം ഷിയായിസത്തിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ള ചില ഒബ്സർവേഷൻസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ പറയുമ്പോൾ നല്ല കാര്യത്തെ നല്ലതെന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് ഈ നല്ല കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിവേ, താങ്ക്സ് ഫോർ ലിസണിങ്, താങ്ക്സ് ഫോർ വാച്ചിങ് അസ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നമ്മൾ ഈ ചർച്ചകളുമായിട്ട് വരുന്നതായിരിക്കും. Thank you so much. Good night and God bless.